ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഞാൻ സിനിമ കാണുമായിരുന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ പാർക്കിൽ പോകുമായിരുന്നു. ഇങ്ങനെ നമ്മൾ പാസ്റ്റിൽ ചെയ്തു വെച്ച ഓരോ ശീലങ്ങളുണ്ടല്ലോ. ഞാൻ അങ്ങനെ ചെയ്യാമായിരുന്നു, ഞാൻ അവിടെ പോകുമായിരുന്നു, ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു അല്ലേ. ഇങ്ങനെ പാസ്റ്റിൽ നമ്മൾ ചെയ്തു വെച്ച, അതായത് കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തു വെച്ച കുറേ ശീലങ്ങൾ നമ്മൾ ഇപ്പോൾ എടുത്ത് ഇങ്ങനെ പറയൂലേ. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യാത്തതും മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഒരു ശീലങ്ങളായിരുന്നു, നമ്മളിങ്ങനെ ക്രമേണ ചെയ്തു വന്നിരുന്ന ശീലങ്ങളൊക്കെ നമ്മളിപ്പോൾ എടുത്ത് പറയുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് പറയാം? നമുക്ക് മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ കാലത്ത് കുറേ ശീലങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യായിരുന്നു, ഞാൻ അത് വായിക്കായിരുന്നു, ഞാൻ അവിടെ പോകുമായിരുന്നു, ഞാൻ നല്ല പാട്ട് പാടുമായിരുന്നു എന്നൊക്കെ പറയാറില്ലേ നമ്മൾ. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ച ശീലങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഇപ്പം ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സിമ്പിളാണ്, ഒന്നുമില്ല. ഇങ്ങനെ നമ്മൾ പാസ്റ്റിൽ ചെയ്തു വെച്ച ശീലങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ് യൂസ്ഡ് ടു എന്ന് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ പാസ്റ്റിൽ ചെയ്ത് വെച്ച ശീലങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എടുത്ത് പറയുമ്പോൾ നമ്മൾ ആ യൂസ്ഡ് ടു വെച്ചിട്ട് വേണം ഇംഗ്ലീഷിൽ പറയാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഞാൻ സെൻറ്റൻസ് പറയാം, അപ്പോൾ ശരിക്കും ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് മലയാളത്തിലൊരു സെൻറ്റൻസ് പറയാണ്. എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു സെൻറ്റൻസാണ്. എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ മുമ്പ് പള്ളിയിൽ പോയ കാര്യമാണ് പറയുന്നത്, പക്ഷേ ഇപ്പം ഞാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ എല്ലാ ഞായറാഴ്ചയും പോകുന്നില്ല, പക്ഷേ മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ പറഞ്ഞല്ലോ യൂസ്ഡ് ടു വെച്ചിട്ട് പറയാം. എങ്ങനെ നമുക്ക് യൂസ്ഡ് ടു വെച്ചിട്ട് പറയാം നോക്കാം. I used to go to church on Sundays. I used to go to church on Sundays. ഞായറാഴ്ചകളിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു എന്നാണ് കേട്ടോ. ഐ യൂസ്ഡ്, ആദ്യം സബ്ജക്റ്റ് പറയാം, പിന്നെ യൂസ്ഡ് ടു ചേർക്കുക. ഐ യൂസ്ഡ് ടു ഗോ വേർബിനെ ഫസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്, ഒന്നുമില്ല, ഫസ്റ്റ് ഫോമാണ്, അതായത് മെയിൻ വെർബാണ് കേട്ടോ. ഐ യൂസ്ഡ് ടു ഗോ, ഞാൻ പോകുമായിരുന്നു എന്നാണ് അർത്ഥം. ഐ യൂസ്ഡ് ടു ഗോ, എങ്ങോട്ടാണ് പോണ കാര്യമാണ് പറഞ്ഞത്? പള്ളിയിൽ പോണ കാര്യമല്ലേ പറഞ്ഞത്. ഐ യൂസ്ഡ് ടു ഗോ ടു ചർച്ച് ഓൺ സൺഡേയ്സ്. ഓൺ സൺഡേയ്സ് എന്ന് വെച്ചാൽ ഞായറാഴ്ചകൾ. ഇനി എവറി സൺഡേയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എല്ലാ ഞായറാഴ്ചകളിലും കേട്ടോ. ഐ യൂസ്ഡ് ടു ഗോ ടു ചർച്ച് എവറി സൺഡേയ്സ്. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. കിട്ടിയില്ലേ? അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഐ യൂസ്ഡ് ടു ഗോ, ഞാൻ പോകുമായിരുന്നു. ഐ യൂസ്ഡ് ടു സിങ്, ഞാൻ പാടുമായിരുന്നു എന്നാണ് അർത്ഥം. ഐ യൂസ്ഡ് ടു ഡാൻസ്, ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. ഐ യൂസ്ഡ് ടു ഡ്രിങ്ക്, ഞാൻ കുടിക്കുമായിരുന്നു. ഇങ്ങനെ പാസ്റ്റിൽ ചെയ്ത് വെച്ച ശീലങ്ങളൊക്കെ നമുക്ക് യൂസ്ഡ് ടു വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷിൽ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സെൻറ്റൻസുകൾ നോക്കാം. ഷീ യൂസ്ഡ് ടു ഡാൻസ് വെരി വെൽ. ഷീ യൂസ്ഡ് ടു ഡാൻസ് വെരി വെൽ. അവൾ വളരെ നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ഓക്കെ, അവൾ വളരെ നന്നായിട്ട് ഡാൻസ് കളിക്കായിരുന്നു. ഇനി നമുക്കിവിടെ കൂട്ടിച്ചേർക്കാം ഇൻ ഹർ ചൈൽഡ്ഹുഡ് എന്നോ ഒക്കെ നമുക്ക് ചേർക്കാം. അവളുടെ കുട്ടിക്കാലത്ത് അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഐ യൂസ്ഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. വെൻ ഐ വാസ് അറ്റ് കോളേജ്, ഞാൻ കോളേജിലായിരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഐ യൂസ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ടു സ്പീക്ക് വെർബിനെ ഫസ്റ്റ് ഫോമിലാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഐ യൂസ്ഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ വെൻ ഐ വാസ് അറ്റ് കോളേജ്. ഞാൻ കോളേജിലായിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമായിരുന്നു. ഐ യൂസ്ഡ് ടു റീഡ് എ ലോട്ട് ഏർലിയർ. മുമ്പൊക്കെ ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു, ഞാൻ കുറേ വായിക്കുമായിരുന്നു. ഐ യൂസ്ഡ് ടു റീഡ് എ ലോട്ട് ഏർലിയർ. മുമ്പൊക്കെ എന്ന് വെച്ചാൽ പാസ്റ്റിൽ കുറച്ച് മുമ്പൊക്കെ ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. ഓക്കെ, കിട്ടിയില്ലേ? ഐ യൂസ്ഡ് ടു റീഡ് നോവൽസ് വെൻ ഐ വാസ് യങ്. എന്താണ് അർത്ഥം? ഐ യൂസ്ഡ് ടു റീഡ് നോവൽസ്, ഞാൻ കുറേ നോവൽസൊക്കെ വായിക്കുമായിരുന്നു അല്ലേ. ഞാൻ നോവൽസൊക്കെ വായിക്കുമായിരുന്നു. വെൻ ഐ വാസ് യങ്, ഞാൻ ചെറുതായിരുന്നു, അപ്പോൾ ഞാൻ കുഞ്ഞായിരുന്ന കാലത്ത് ഞാൻ കുറേ നോവൽസൊക്കെ വായിക്കുമായിരുന്നു. നെക്സ്റ്റ്, ഷി വാസ് യൂസ്ഡ് ടു റൈറ്റ് സ്റ്റോറീസ്. ഷി വാസ് ടു റൈറ്റ് സ്റ്റോറീസ്. അവൾ സ്റ്റോറീസൊക്കെ എഴുതുമായിരുന്നു. അവൾ നന്നായിട്ട് സ്റ്റോറീസൊക്കെ എഴുതുമായിരുന്നു നമ്മൾ പറയില്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഷി യൂസ്ഡ് ടു റൈറ്റ് സ്റ്റോറീസ്. അവൾ ഒരുപാട് സ്റ്റോറീസ്, കഥകളൊക്കെ എഴുതുമായിരുന്നു. ഐ യൂസ്ഡ് ടു കോൾ മൈ പാരൻസ് ട്വൈസ് ഇൻ എ വീക്ക്. എന്താണ് അർത്ഥം? ഐ യൂസ്ഡ് ടു കോൾ മൈ പാരൻസ്, ഞാൻ എൻ്റെ പാരൻസിനെ വിളിക്കുമായിരുന്നു
ട്വൈസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ എൻ്റെ പാരൻസിനെ വിളിക്കാറുണ്ട്. പക്ഷെ ഇപ്പം വിളിക്കുന്ന കാര്യമല്ല പറയുന്നത്, മുമ്പ് വിളിച്ചിരുന്ന ശീലമാണ് കേട്ടോ. ഇങ്ങനെ ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കി വയ്ക്കുക. ഇത് നമുക്കിതിൻ്റെ നെഗറ്റീവ് രൂപത്തിലും പറയാം. ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു, ഞാനിവിടെ പോകില്ലായിരുന്നു, എനിക്ക് അവിടെ പോകുന്ന ശീലമില്ലായിരുന്നു എന്നാണ് അർത്ഥം കേട്ടോ. എനിക്കങ്ങനെ വിളിക്കുന്ന ശീലമില്ലായിരുന്നു, എനിക്ക് അവിടെ പോകുന്ന ശീലമില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഇവിടെയും നമുക്ക് യൂസ്ഡ് ടു വെച്ചിട്ട് പറയാവുന്നതാണ്. എങ്ങനെ പറയാൻ നോക്കാം. ഒരു എക്സാമ്പിൾ പറയാണ്, അവൾ ആരോടും സംസാരിക്കില്ലായിരുന്നു. അവൾ ആരോടും സംസാരിക്കില്ലായിരുന്നു എങ്ങനെ പറയും? ഇപ്പോൾ ചിലപ്പോൾ അവൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ പറയാം, അവൾ അന്ന് ആരോടും അങ്ങനെ സംസാരിക്കില്ലായിരുന്നു, അങ്ങനെ സംസാരിക്കുന്ന ശീലമില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഷീ ഡിഡിൻറ്റ് യൂസ് ടു ടോക്ക് ടു എനിവൺ. ഷീ ഡിഡിൻറ്റ് യൂസ് ടു ടോക്ക് ടു എനിവൺ. ഓക്കെ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഡിഡിൻറ്റ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഷീ ഡിഡിൻറ്റ് യൂസ് ടു ടോക്ക് ടു എനിവൺ. അവൾക്ക് ആരോടും സംസാരിക്കുന്ന ശീലമില്ലായിരുന്നു എന്ന് വെച്ചാൽ അവൾ ആരോടും അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഡിഡ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഡിഡ് പ്ലസ് നോട്ടാണ് കൊണ്ടുവരേണ്ടത്. പിന്നെ യൂസ്ഡ് വേണ്ട, യൂസ് മതി കേട്ടോ. ഡിഡ് പ്ലസ് നോട്ട്. ഡിഡ് വരുമ്പോൾ പിന്നെ ഒരിക്കലും പാസ്റ്റ് ഫോം വേണ്ട കേട്ടോ, യൂസിനെ പാസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരേണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമൊന്നും എൻ്റെ പാരൻസിനെ വിളിക്കില്ലായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം എൻ്റെ പാരൻസിനെ വിളിക്കുമായിരുന്നു, അങ്ങനെ ശീലം എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഞാൻ നെഗറ്റീവ് ഫോമിലേക്ക് ആക്കുകയാണ്. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമൊന്നും എൻ്റെ പാരൻസിനെ വിളിക്കില്ലായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഒരു ശീലമില്ലായിരുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാം? ഐ ഡിഡിൻറ്റ് യൂസ് ടു കോൾ മൈ പാരൻസ് ട്വൈസ് ഇൻ എ വീക്ക്. ഐ ഡിഡിൻറ്റ് യൂസ് ടു കോൾ, എനിക്ക് വിളിക്കുന്ന ശീലമില്ലായിരുന്നു. മൈ പാരൻസ്, എൻ്റെ പാരൻസിനെ. ട്വൈസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ 2 പ്രാവശ്യം എൻ്റെ പാരൻസിനെ വിളിക്കുന്ന ശീലം എനിക്കില്ലായിരുന്നു. ഓക്കെ, കിട്ടിയില്ലേ? ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാവും, ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പാരൻസിനെ വിളിക്കുന്ന ശീലം ഇപ്പോൾ ഉണ്ടാവും, അന്നില്ലായിരുന്നു, മുമ്പില്ലായിരുന്നു. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ പറയാറുണ്ട്, മുമ്പ് ഞാൻ എൻ്റെ പാരൻസിനെ 2 പ്രാവശ്യമൊന്നും വിളിക്കില്ലായിരുന്നു. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഡിഡിൻറ്റ് യൂസ് ടു സീ ഫിലിംസ് എവറി സൺഡേ. ഐ ഡിഡിൻറ്റ് യൂസ് ടു സീ ഫിലിംസ് എവറി സൺഡേസ് എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചയിലും സിനിമ കാണുന്നൊരു സ്വഭാവം എനിക്കില്ലായിരുന്നു, ആ ഒരു ശീലം എനിക്കില്ലായിരുന്നു. ഐ ഡിഡിൻറ്റ് യൂസ് ആണ് അവിടെ കൊണ്ടുവരേണ്ടത് കേട്ടോ. ഇല്ലായിരുന്നു എന്ന്, ഇല്ലാത്ത ശീലങ്ങൾ നമ്മൾ പറയുമ്പോൾ ഐ ഡിഡിൻറ്റ് യൂസ് ആണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഐ ഡിഡിൻറ്റ് യൂസ് ടു സീ ഫിലിംസ് എവറി സൺഡേ. എല്ലാ ഞായറാഴ്ചയും എനിക്ക് സിനിമ കാണുന്നൊരു ശീലമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ആ ശീലം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. എല്ലാ ഞായറാഴ്ചയും എനിക്ക് അങ്ങനെ സിനിമ കാണുന്ന ശീലം ഇല്ലായിരുന്നു. ഐ ഡിഡിൻറ്റ് യൂസ് ആണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഐ ഡിഡിൻറ്റ് യൂസ് ടു റീഡ് ന്യൂസ് പേപ്പർ. ഐ ഡിഡിൻറ്റ് യൂസ് ടു റീഡ് ന്യൂസ് പേപ്പർ. എനിക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഇല്ലായിരുന്നു. ഐ ഡിഡിൻറ്റ് യൂസ് ടു റീഡ് ന്യൂസ് പേപ്പർ. ഞാനങ്ങനെ ന്യൂസ് പേപ്പറൊന്നും വായിക്കില്ലായിരുന്നു എന്നാണ് അർത്ഥം കേട്ടോ. അതായത് ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഉണ്ടാവും, അതുകൊണ്ടാണ് എനിക്ക് മുമ്പൊന്നും ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഇല്ലായിരുന്നു, ഞാൻ അങ്ങനെ വായിക്കില്ലായിരുന്നു എന്ന് പറയുന്നതല്ലേ. അപ്പം മനസ്സിലായില്ലേ? അപ്പം യൂസ്ഡ് ടു വെച്ചിട്ട് പറയുമ്പം എന്താണ്, നമ്മൾ പാസ്റ്റിൽ ചെയ്ത് വെച്ച ശീലങ്ങളാണ് യൂസ്ഡ് ടു വെച്ചിട്ട് പറയുന്നത്. ഞാനവിടെ പോയിരുന്നു, ഞാൻ അവളെ കണ്ടിരുന്നു, ഞാനത് വാങ്ങിയിരുന്നു, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു, ഞാൻ എല്ലാ ശനിയാഴ്ചയും സിനിമ കാണുമായിരുന്നു. ഇങ്ങനെ ചെയ്ത് വെച്ച ശീലങ്ങൾ നമ്മളിപ്പോൾ എടുത്ത് പറയുമ്പോൾ യൂസ്ഡ് ടു വെച്ചിട്ട് പറയാം. അതുപോലെ ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ചെയ്യില്ലായിരുന്നു, ഞാൻ ന്യൂസ് പേപ്പർ വായിക്കില്ലായിരുന്നു, ഞാനവിടെ പോകില്ലായിരുന്നു, ഞാനങ്ങനെ വിളിക്കില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ശീലങ്ങൾ പറയുമ്പോൾ ഇല്ല നെഗറ്റീവ് ഫോമിൽ പറയുമ്പോൾ ഐ ഡിഡിൻറ്റ് യൂസ് കേട്ടോ. ഇത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഡിഡിൻറ്റ് യൂസ് അതുപോലെ യൂസ് ടു വെച്ചിട്ട് പറയാം കേട്ടോ. ഐ മാത്രമല്ല, നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെയുള്ള ശീലങ്ങളൊക്കെ പറയുമ്പോൾ ഇനി യൂസ് ടു വെച്ചിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരിക്കലും നിങ്ങൾ മറന്നുപോയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്, നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.